യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവന്റെ മനസ്സിൽ നീ എങ്ങനെയെങ്കിലും കയറി പറ്റണം. വേണ്ടി വന്നാ അവന്റെ അടിവസ്ത്രം വരെ നനച്ചു കൊടുക്കുകയും വേണം. മോൾക്ക് ഞങ്ങളോട് പിണക്കൊന്നും തോന്നരുത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാ. അന്നേ മോള് പറയുന്ന അനുസരിച്ചാ മതിയായിരുന്നു. അന്ന് ആ ടിക്കറ്റ് ബാങ്കിൽ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ കാശിന്റെ ഏർപ്പാടൊക്കെ ഏതാണ്ടായേനെ. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ. അമ്മ പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ അല്ലട മോനെ, നീ ആ ടിക്കറ്റ് എടുത്തിട്ടില്ലേ? എന്താടാ എന്താടാ മോനെ? അമ്മ ഇപ്പൊ ഓർമ്മിപ്പിച്ച നന്നായി. ടിക്കറ്റ് ഇന്നലെ ഇട്ട ഷർട്ടിന്റെ പോക്കറ്റില്ല. ഒരെണ്ണം വെച്ച് തന്നാണ്ടല്ലോ. ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാത്ത പിള്ളേര് കാണുവോ? പോയി എടുത്തോണ്ട് വാടാ. ഓ ഈശ്വര, ഇനി എന്നാ ഈ ചെക്കന് നല്ല ബുദ്ധി തോന്നുവോ? ഈ ഷർട്ട് അവിടെ പോയി. അയ്യോ ചതിച്ചാ. ഈശ്വര, ഇത് ആരാ നേരെ വിളിക്കുന്ന കഴിവിട്ടത്? എനിക്ക് വയ്യ. ഈശ്വര ചതിച്ചപ്പാ. എനിക്ക് വയ്യ. എന്താ എന്താ അയ്യോ മോനെ, അയ്യോ മോനെ, അയ്യോ എന്റെ മോൻ പോയേ. അയ്യോ അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യേ. എന്റെ മോനെ, നാട്ടുകാരെ ഓടി വായോ, എന്റെ മോൻ പോയേ. അയ്യോ മോളെ, ഈ ചായ കൊണ്ടുവന്നു.
മോക്കൊണ്ട് കൊടുക്ക. വേണമെങ്കിൽ അവളെ ഒന്ന് കുടിക്കട്ടെ. ഇത്രയും കാലം വിളിച്ചുണർത്തി പൂജിച്ചു കൊടുത്തതിന്റെയാ ഇപ്പൊ അനുഭവിക്കുന്നത്. അവളെ നമ്മൾ അങ്ങനെ ഒഴിവാക്കിയാൽ ഒന്നുകിൽ അവള് നന്നാവും, അല്ലെങ്കിൽ നശിക്കും. അവളുടെ വിധി എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ. ആ, പോക്ക് കണ്ടിട്ട് നശിക്കാനാ സാധ്യത കൂടുതൽ. നന്ദിതേ, ദാ ചായ. കൊടുത്തോ? ആ പതിവൊക്കെ ഞാൻ നിർത്തി. കാമുകനെ വിളിച്ച് കട്ടിലിനടിയിൽ കയറ്റാൻ അവക്ക് അറിയാലോ. പിന്നെന്താ, സ്വന്തമായിട്ടൊരു ചായ ഇട്ട് കുടിച്ച. അയ്യോ നന്ദിതേ, ചന്ദ്രേട്ടാ, എന്താ അമ്മേ? സാധിച്ചു മോളെ. എന്താ എന്താ അമ്മേ? അവളെ കാണാനില്ല മക്കളെ. ചന്ദ്രേട്ടാ, കാണാനില്ലേ? അമ്മേ, അയ്യോ മോളെ, നന്ദിതേ, അവിടെ ഇരിക്കേ. നന്ദിതേ, ദൈവമേ, നന്ദിതേ, മോളെ, നന്ദിതേ. നന്ദിതേ, അയ്യോ, എന്റെ നന്ദിതേ, എന്ത് പറ്റി? നന്ദിതേ, മോളെ, മോളെ കണ്ണു തുറക്കടി. നന്ദിതേ, നന്ദിതേ, എടീ, ചന്ദ്ര, നിന്റെ കുഞ്ഞിന് എന്ത് നന്ദിതേ, പറ്റി? നന്ദിതേ, കണ്ണു തുറക്ക്. നന്ദിതേ, മോളെ, ഇങ്ങനെ കരയാതെ കമലക്ഷേപ്പിച്ച്. കറിയാതെ പിന്നെ ഞാൻ എന്തോ ചെയ്യോടി? എന്റെ ചെറുക്കന്റെ ജീവിതം പോയില്ലേ? ഭാഗ്യം അവന്റെ കൈക്കുമ്പിളിൽ വന്നിട്ട് അത് തട്ടിക്കളഞ്ഞില്ലേ? ഞാനിതെങ്ങനെ സഹിക്കും എന്റെ ദൈവമേ? എന്നാലും രാവിലെ ആരാ അവന്റെ ഷർട്ട് എടുത്ത് അലക്കിയിട്ടത്? വേറെ ആരാ? അവളായിരിക്കും ആ മൂദേവി. അവളല്ലാതെ പിന്നെ ആരാ ഈ വീട്ടില് സുനീഷേട്ടന്റെ ഷർട്ട് എടുത്ത് നനച്ചിടുന്നത്? ഏതായാലും ഞാൻ ചെയ്യില്ലല്ലോ. അപ്പച്ചിയും നനച്ചിട്ടില്ല. പിന്നെ ആരാ? എന്നിട്ട് അവളെവിടെ? ഒന്നും അറിയാത്ത പോലെ അപ്പുറത്തങ്ങാണ്ട് പോയി ഇരിക്കുക. അവക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. നഷ്ടപ്പെട്ടത് നമുക്കല്ലേ. 1ഉം 2ഉം ആണോ? എന്റെ സുനീഷേട്ടന്റെ 20 കോടിയല്ലേ ഒറ്റ നനകൊണ്ട് അവൾ ഇല്ലാതാക്കിയത്. മഹാഭാബി. അവള് വെള്ളം ഇറങ്ങാതെ ചാവത്തേ ഉള്ളൂ. പിന്നെങ്ങനെയാ സുനീഷേട്ട പറയാതിരിക്കുന്നേ? അവൾ അത്ര വലിയ ദ്രോഹമല്ലേ ചെയ്തത്? ഈ ജന്മം നമുക്കിനി മനസമാധാനം കിട്ടുമോ? ഭാഗ്യദേവത ഒറ്റ തവണ മനുഷ്യനെ തേടി വരൂ. എല്ലാവർക്കും ഒന്നും അത് കാണത്തുമില്ല. എന്റെ സുനീഷേട്ടനെ തേടി വന്ന ആ ദേവതയെ അവൾ അലുക്ക കല്ലിട്ട് ചന്ന പിന്നെ തല്ലി അടിച്ചു പിഴിഞ്ഞ് വിരിച്ചു കളഞ്ഞില്ലേ? ആലോചിക്കുമ്പോ തന്നെ ഭ്രാന്ത് പിടിക്കുന്നു. ഒന്ന് നിർത്താനുണ്ടോ? മനുഷ്യന്റെ സമാധാനം കളയാനായി. ഞാൻ നിർത്തിയതുകൊണ്ട് എന്താ കാര്യം? എല്ലാം കൈവിട്ട് പോയില്ലേ? എന്റെ ഭഗവാനെ, എന്റെ സുനീഷേട്ടന് ഭ്രാന്തൊന്നും പിടിപ്പിക്കല്ലേ. നീ ഇവിടെ വന്നിരിക്കുകയാണോ? എന്നാൽ ആ ഷർട്ട് എടുത്ത് കഴുകിയിടുന്നതിന് മുമ്പ് അതിന്റെ പോക്കറ്റിലൊന്ന് നോക്കായിരുന്നില്ലേ മോളെ? അയ്യോ അമ്മേ, ഞാൻ ആ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം പോയില്ലേ? കാശ് പോയത് പോട്ടേന്ന് വെക്കാം. എന്റെ ചെക്കന് ഷോക്ക് താങ്ങാൻ പറ്റാതെ എന്തേലും കുഴപ്പം പറ്റുമോന്ന് എന്റെ പേടി. ഷർട്ട് കഴുകിയിട്ടത് ഞാനല്ലമ്മേ. പിന്നെ ഷർട്ട് എങ്ങനെയാ? സ്വന്തമായിട്ട് വെള്ളത്തിൽ ചാടിയോ? സത്യമായിട്ട് ഞാനല്ലമ്മേ.